ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറന്നു പറയുകയാണ് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളാണ് ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തെ ഇത്രയധികം പുരോഗതിയിലേക്ക് എത്തിച്ചത്. യൂറോപ്പ്, ജപ്പാൻ, റഷ്യ തുടങ്ങിയവയൊക്കെ തന്നെ ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താഴേക്ക് പോകുമ്പോൾ ഇന്ത്യ ശോഭയുള്ള നക്ഷത്രം പോലെ മുന്നേറുകയാണ്. അതിന് കാരണം നരേന്ദ്രമോദി എന്ന് വ്യക്തമാക്കുകയാണ് ജെ.പി. നദ്ദ. കർണാടകയിലെ ബിദറിൽ തെരഞ്ഞെടുപ്പ് പൊതുറാലി അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത്. വികസനം നടപ്പാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ ഭാവി മാറ്റിമറിച്ചത്. പുരോഗതിയിലേക്കാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തെ കൈപിടിച്ച് നടത്തിയത്. US, യൂറോപ്പ്, റഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ശോഭയോടെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമായാണ് ഇന്ത്യ മാറുന്നത്. ഇന്ത്യയെ IMFും നീതി ആയോഗും മോർഗൻ സ്റ്റാൻലിയുമെല്ലാം വിശേഷിപ്പിക്കുകയാണ്. GDP റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഒരു കാലത്ത് ഈ രാജ്യം ഭരിച്ച സാമ്പത്തിക ശക്തിയെ ബ്രിട്ടനെ പോലും ഇന്ത്യ മറികടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തന്നെ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിലെത്തും. അതോടെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഉയരും. ആഗോളതലത്തിൽ പല മേഖലകളിലുമുള്ള ഇന്ത്യയുടെ മുന്നേറ്റമൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 3ാമത്തെ വലിയ ഓട്ടോമൊബൈൽ വിപണി എന്ന നേട്ടം ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. മരുന്ന് നിർമ്മാണത്തിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. മരുന്നുകളുടെ കയറ്റുമതിയിൽ 138% വർധനവാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത്. പെട്രോ കെമിക്കൽ കയറ്റുമതിയിൽ 106% വർദ്ധിച്ചിരിക്കുന്നത്. സ്റ്റീൽ നിർമ്മാണത്തിന് ഒരു കാലത്ത് ഇന്ത്യ ചൈനയെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 10 വർഷം മുൻപ് വരെ രാജ്യത്തെ പല ഫോണുകളും ചൈനയിലോ അല്ലെങ്കിൽ തായ്വാനിലോ ജപ്പാനിലോ നിർമ്മിച്ചവയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആപ്പിൾ പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. രാജ്യം എല്ലാ മേഖലയിലും വികസനത്തിലേക്ക് കുതിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതെന്നാണ് ജെ.പി. നദ്ദ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 2008 ബത്ത ഹൗസ് ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ നേതാവാണ് സോണിയാഗാന്ധി എന്നും അദ്ദേഹം ഇക്കഴിഞ്ഞ നാളിൽ വ്യക്തമാക്കിയിരുന്നു. ബീഹാറിൽ മധുബനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ബഡ്ലിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു. അവർ കൊല്ലപ്പെട്ട കാര്യം കേട്ട് സോണിയാഗാന്ധി കരഞ്ഞുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. തീവ്രവാദികൾക്ക് വേണ്ടിയാണ് അവർ കരഞ്ഞത്. ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. അവരോട് നിങ്ങൾ എന്തിനാണ് സിമ്പതി കാണിച്ചത്? എന്തടിസ്ഥാനത്തിലാണ് അവരോട് സഹതാപം പ്രകടിപ്പിച്ചതെന്നും ജെ.പി. നദ്ദ ചോദിക്കുകയാണ്. 2008 സെപ്റ്റംബർ 19 ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികളായ ആദിഫ്, സാജിദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പോലീസ് ഇൻസ്പെക്ടറായ മോഹൻ ചന്ദ്ര ശർമ്മയും ഏറ്റുമുട്ടൽ വീരമൃത്യു വരിച്ചിരുന്നു. കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും എല്ലാ കാലത്തും ദേശവിരുദ്ധരെയും രാജ്യത്തെ ദുർബലപ്പെടുത്താൻ കാത്തുനിൽക്കുന്നവരെയും പിന്തുണയ്ക്കുകയാണ് എന്നായിരുന്നു ജെ.പി. നദ്ദയുടെ രൂക്ഷമായ വിമർശനവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.